അപ്പൊ ഗൈസ് കിച്ചൺ വിശേഷങ്ങൾ തുടങ്ങണങ്ങാട്ട് മുമ്പ് ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന കരാമയുടെ അടുത്ത് നടന്നൊരു സംഭവം പറയാട്ടോ. റൂമിലത്തെ എല്ലാവരും കൂടി ഇന്നലെ ഒന്ന് മന്തി കഴിക്കാൻ പുറത്തേക്ക് പോയതാ. ഇടി വെടിയൊക്കെ തീർന്നു എന്ന് വെച്ചിട്ടേ ഒരു സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴാ ആകാശത്ത് ഫ്ലൈറ്റ് പോണ പോലത്തെ ഒച്ച കേട്ട് തുടങ്ങിട്ടോ. കുറെ നേരമായിട്ടോ നിൽക്കാണ്ട് ഇത് കേൾക്കണു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ബും എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ചയായിരുന്നു കേട്ടോ. നോക്കുമ്പോഴേക്കും കരാമയിലുള്ളവരൊക്കെ ഒരു സ്ഥലത്ത് ഓടി കൂടിയിട്ടുണ്ടായിരുന്നു. സംഭവം മത്സ്യഫിലാണ്ടോ പൊട്ടിയത്. ആർക്കും പ്രശ്നങ്ങളൊന്നും പറ്റിയൊന്നുമില്ല. എല്ലാം ഒതുങ്ങിന്ന് വെച്ചിരിക്കുമ്പോഴാട്ടോ വീണ്ടും ഈ സംഭവം കണ്ടത്. അത് കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് പേടിയായി. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് മന്തിയും കഴിക്കാൻ പറ്റിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്തിട്ടാണോ കിട്ടണേ. എന്തായാലും ഇതൊന്ന് വേഗം തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഞാൻ സ്റ്റാഫ്സിന് വേണ്ടി ഉണ്ടാക്കിയ ബീഫ് കറിയാണ്. നോമ്പായോണ്ട് തന്നെ അധികം ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. നല്ല അടിപൊളി മസാലകൾ ചേർത്തിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കണേ. ഇവിടെ ഇങ്ങനെ അറ്റാക്ക് ഒക്കെ നടക്കണ കാരണം ഞങ്ങളുടെ ഇവിടെ വലിയ തിരക്കൂല്ല. ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ നല്ല പോലെ സൂക്ഷിക്കണം. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേട്ടോ. ആരാമയിൽ താമസിക്കണവരുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇത് നമ്മൾ പുള്ള ചെയ്ത് വെച്ചേക്കണ ബീഫും അതേപോലെ തന്നെ ചിക്കനും ആണ്ടോ. ഈ ചിക്കനോ ലാമ്പോ ഒന്നും തന്നെ ബാക്കി വരില്ല കേട്ടോ. എല്ലാം ഇന്ന് തന്നെ കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന വെജിറ്റബിൾസിലോ 2 കേട്ടോ ഈ കാണുന്നത്. മോർണിംഗും അതേപോലെ തന്നെ ഈവനിങ്ങും നല്ല പോലെ ഞങ്ങൾ ബാക്കപ്പ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് കേട്ടോ കിച്ചണിലത്തെ കൊച്ചു വിശേഷങ്ങള്. ബൈ ഫ്രം ഷെഫ് സാൽവിൻ അപ്പസുലാൻ.